ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഏകദേശം 7:45 ആയിട്ടുണ്ട്. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. ചായ കുടിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. അതിന് ഞാൻ കളിയാക്കി എന്നെ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല, മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. ഏട്ടന് നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊഴിഞ്ഞ് തീർന്ന് തലേൻ്റെ അടി കണ്ടു തുടങ്ങി. ഇവിടെ കാണിച്ചപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ കുറവാണെന്ന് പറഞ്ഞ് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വലിയ കുറവൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് മുടി കൊഴിയുന്നത്. നാട്ടിൽ പോയാൽ മുടി തീരെ കൊഴിയത്തില്ല. വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പം ഏട്ടൻ പോയി. ഞാൻ ചായേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് അടുത്ത വീട്ടിലുള്ളവർ മണി പ്ലാന്റ് അവരതൊക്കെ പറിച്ചിട്ട് അവിടെ വേസ്റ്റിലിടാൻ വേണ്ടിയിട്ട് വെച്ചേ കണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നേ, ആ വെള്ളത്തിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇനി ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം. ഇപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ സബ്ജി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇന്നലെ ഇപ്പോൾ ഒരാഴ്ചത്തോളമായും തോന്നുന്നു എല്ലാ സാധനത്തിനും 20 രൂപയാണ്. തക്കാളിക്ക് 20 രൂപ, ഉരുളക്കിഴങ്ങിന് മറ്റേ ഇലകൾ പലതരത്തിലുള്ള ഇലകളുണ്ട്, അതിനൊക്കെ 20 രൂപയും 10 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 കെട്ട് ഇലയൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഇപ്പം ചോളത്തിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു, ധാരാളം ചോളവും വന്നിട്ടുണ്ട്. അപ്പം ചോളവും വാങ്ങിച്ച് അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചോളം പുഴുങ്ങിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കാൻ. അപ്പം ചോളവും വാങ്ങിച്ച് പിന്നെ പാലക്ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു മേത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു ഇല കൊണ്ട് നല്ലൊരു ഉത്സവം ആക്കാമെന്ന്. അങ്ങനെ പാലക്ചീര കുറച്ചെടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് മാത്രമായിട്ട് ഉപ്പേരി വയ്ക്കുമ്പം മടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, അത്ര വലിയ ടേസ്റ്റ് തോന്നുന്നില്ല ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്യാരറ്റും വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് മിക്സ് ആക്കിയിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മേത്തി കുറച്ച് പരിപ്പും മുരിങ്ങാക്കായും കൂടെ ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു പച്ചക്കറിയും വെക്കാമെന്ന്. അങ്ങനെ ഞാൻ പാലക്ചീര കഴുകിയിട്ടുണ്ട്, അതൊന്ന് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ പച്ചപ്പട്ടാണി അത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനൊക്കെ നല്ല വില കുറവായിരുന്നു ഇന്നലെ, മറ്റതിനൊന്നും എടുത്തുവിടാൻ പറ്റാത്ത വിലയായിരിക്കും. അപ്പോൾ കുറച്ച് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു പച്ചപ്പട്ടാണി. ഇത് നമുക്ക് മറ്റേ ബിരിയാണീൻ്റെ അകത്തിടും. അതേപോലെ തന്നെ ഉപ്പുമാവൊക്കെ വെക്കുമ്പം സൂചിപ്പൊടീൻ്റെ റവേൻ്റെ ഉപ്പുമാവൊക്കെ വെക്കുമ്പം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ അച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കുറച്ചെടുക്കുന്നുണ്ട്. കുറേ ഇല്ലെന്നെ കൊണ്ട് ഇത്രയും എടുത്തത്. മറ്റേ ഞങ്ങൾ ഇതിന് വാങ്ങാൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിന് ഇടയ്ക്ക് ചില സമയങ്ങളിൽ, അപ്പം കുറച്ചേ വാങ്ങിക്കാറുള്ളൂ. ഇപ്പം ഞാൻ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് അരച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചക്കറി അവിടെ റെഡിയായി. ഉപ്പേരീൻ്റെതൊക്കെ ഞാനവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലക്ചീരയും കുറച്ച് ഉള്ളി തുള്ളി തേങ്ങയും ഒക്കെ ഇട്ടിട്ട് അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഏട്ടന് ഈ ഒരു പച്ചക്കറിയും ഉപ്പേരിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന്. ഇറച്ചി മസാല ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ അങ്ങനത്തെ നമ്മുടെ പട്ടിയും ഗ്രാമ്പൊക്കെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ പൊടിച്ച് വയ്ക്കാറാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു ഇറച്ചീൻ്റെ ഒരു മണക്കം വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. എണ്ണ പിന്നെ അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും മൂപ്പർക്ക് കുഴപ്പമില്ല, കഴിച്ചോളും. അത് നന്നില്ല ഇത് നന്നില്ല അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ഇപ്പം ചെറിയുള്ളി നോക്കുമ്പം ചള്ളായി പോകുന്നു. ചിലതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിയില്ല, വെറും അതിൻ്റെ ഉള്ളീൻ്റെ തൊലി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഉള്ളി എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ എടുക്കാണ്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പം അത് വറവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഉപ്പേരി വയ്ക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവിടെ ഒരാൾ ഏട്ടൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരെ ഭാര്യ വന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പര് ഭയങ്കര കരച്ചില്ല ഇപ്പോഴും. അവർക്ക് ഈ റൂമൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടായിരിക്കാം. അവരെ മക്കൾ ഇവിടെ KV കേന്ദ്ര വിദ്യാലയയിലാണ് പഠിക്കുന്നത്. അപ്പം അവർക്ക് ഇനി ഈ ഒരു കൊല്ലവർഷത്തെ എക്സാം കഴിയണ്ടേ. അപ്പോൾ അതുവരെ ഇവിടെയുള്ള ക്വാർട്ടേഴ്സിൽ നിന്നിട്ട് അവരെ മക്കളത് കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞു കേട്ടത്. അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഞാൻ എപ്പോഴും ചോറ് കൊടുക്കാൻ പോകുമ്പം അവരുണ്ടാവുമായിരുന്നു, മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം കൂടെ എങ്ങനെയായി. ഇവള് എൻ്റെ അടുത്ത് എന്തിനോ ദേഷ്യവും പിടിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവള് ഒരു പുതിയ സ്വഭാവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേഗം അകത്ത് പോയിട്ട് കുമ്പിട്ടങ്ങ് കിടന്നാളും. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് കുറച്ച് മല്ലി മുളകും ഗരം മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഇത് ഏട്ടന് കൊടുക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് തന്നെ ഞാൻ ദിവസവും രാവിലെ എണീറ്റ് ഞാൻ വിളക്കൊക്കെ കത്തിക്കുന്നത് കാണുന്നവർക്ക് തന്നെ ഒരു എന്തോ പോലെ ആയിരിക്കില്ല. അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അങ്ങനെ ഇത് വീട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഉരുളക്കിഴങ്ങൊന്നും എന്ത് കിട്ടണേ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ആ ടൈമിൽ എനിക്ക് മോൾക്ക് റാഗി കൊടുക്കാറുണ്ട്. അപ്പം റാഗി ഒന്ന് കുതിർത്ത് വയ്ക്കണം. അവൾക്ക് റാഗി ഇഷ്ടമാണ്, കുടിച്ചോളും. റാഗിയും അതേപോലെ അമൃതം പൊടിയൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില കുട്ടികൾ കുടിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവയ്ക്ക് ഈ ഒരു രണ്ട് സംഭവം എനിക്കില്ല കേട്ടോ. അവൾ കുടിച്ചോളും കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലൊക്കെയാണ്. നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പം അതിനകത്ത് ഞാൻ കുറച്ച് മറ്റേ പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ പീസ്. അപ്പം ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. അതൊന്ന് വിരിച്ചിടണം. ഇന്നാരും വന്നിട്ട് വിരിച്ചൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേഗം വിരിച്ചിടുന്നതാണ്. ഞങ്ങളെല്ലാ സെറ്ററൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ അറിയില്ലായിരുന്നു. ഇന്നലെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ അയ്യപ്പൻ്റെ എന്തോ ഉത്സവം എന്തോ ഉണ്ട്, ചോറൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോയി, ചമ്മിപ്പോയി. അവിടെ ഇന്നലെ ചോറ് എന്തായിരുന്നു സംഭവമൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അവർ ഇങ്ങനെ കെട്ടിയതൊക്കെയായിരുന്നു. അമ്പലത്തിൽ നിന്നല്ല ഇതിന് ചോറ് കൊടുക്കുന്നത്, വേറെ ടൗണിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടെ അങ്ങനെ അയ്യപ്പൻ്റെ ഓരോരോ അതൊക്കെ കെട്ടിയിട്ടൊക്കെ. അപ്പം മെനഞ്ഞാന്ന് വരെ ചോറൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പോയി വെക്കുമ്പം ചോറും ഇല്ല, ഒന്നുമില്ല. അവസാനം ഞങ്ങൾ പച്ചക്കറിയും വാങ്ങിയിട്ട് തിരിച്ചങ്ങ് പോകുന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഏട്ടന് ചോറ് കൊടുക്കാൻ പോകണം. പിന്നെ താഴത്തെ കടയിലൊന്ന് പോകണം. എനിക്കൊരു ഷാമ്പു വാങ്ങാനുണ്ട്. ഇവിടെ ഷാമ്പു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പം ഷാമ്പു ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം താഴത്തെ കടയിൽ പോയിട്ട് ഷാമ്പു വാങ്ങണം. പിന്നെ ഏട്ടന് ചോറ് കൊടുക്കണം. പിന്നെ വേറെ പണികളൊന്നുമില്ല. അപ്പം ഇന്ന് സൗന്ദര്യൻ്റെ ഭർത്താവിന്, എൻ്റെ ഫ്രണ്ട് സൗന്ദര്യ ആന്ധ്രാപ്രദേശിലുള്ള അവളെ ഭർത്താവിന് ഇന്ന് ബി ഷിഫ്റ്റാണ്. അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമായിരിക്കും. അപ്പോൾ അവൾക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അവൾക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിന് ഉള്ള മസാലയൊക്കെ തയ്യാറാക്കണം. ഇപ്പോൾ ഏട്ടന് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെയ്ത്തീൻ്റെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കറി വയ്ക്കുന്ന പോലെ തന്നെയാണിത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇലക്കറിയൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഉപ്പേരിയും അതേപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് കക്കിരി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വെച്ച് അതെല്ലാം കൂടെ വാടി ചുളിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടന് കൊടുക്കാമെന്ന്. ഏട്ടനെ ഇവിടെ നിന്നാകുമ്പോൾ ഏട്ടൻ കൊടുത്താൽ അങ്ങനെ കഴിക്കില്ല, അവിടെ നിന്നാകുമ്പോൾ ഒന്നും കളയത്തില്ല, അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ ഈ ഒരു കക്കിരിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നെല്ലിക്കയും വെക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ഇടയ്ക്ക് ചോറ് എൻ്റെ അടുത്ത് തരുവേ. അവർക്ക് ബസ്സിലേക്ക് വരാൻ കഴിയായിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കിറ്റിൽ വലിയൊരു ഉള്ളി അപ്പടി ഉണ്ടാവും. ഉള്ളീൻ്റെ തൊലിയൊന്നും പോക്കാണ്ട് അവർ ഉള്ളി കടിച്ച് തിന്നും ചോറ് ചപ്പാത്തീൻ്റെ കൂടെ, പച്ച ഉള്ളി. പിന്നെ ഞാൻ ഏട്ടന് കുറച്ച് കടലയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 4 മണിയൊക്കെ ആയാൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്കും കൂടെ ചെയ്യാം. ഇപ്പം ഞങ്ങൾ കടയിൽ പോയിട്ട് ഷാമ്പു ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ ഈ ഒരു ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുന്നത്. രാവിലെ ഇപ്പോൾ 2 ദിവസമായി ഭയങ്കര തണുപ്പാണ്. തായെന്നൊക്കെ അവർ പറയുന്ന കേട്ട് 2 ദിവസം നല്ല തണുപ്പുണ്ടാവും. എന്തോ റീസൺ ഉണ്ട്, എന്താ റീസൺ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ബെഡൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.